സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഈ വയനാട് ജില്ലയിൽ ഉള്ളംകൊല്ലി എന്ന് പറയുന്ന പഞ്ചായത്തിൽ പാടിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ജസ്പേഡിൻ്റെ സാൻഡൽവുഡ് പ്ലാന്റേഷൻ നടക്കുന്ന പ്രൊജക്റ്റിലാണ് നിൽക്കുന്നത്. അതിനകത്തിലെ ഒരു പ്ലോട്ട് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ട് 5 സെൻറ്റിൻ്റെ. അതിപ്പോൾ ചന്ദനമരം ഇപ്പോൾ ഇതൊക്കെ ഏകദേശം 7 വർഷത്തോളം ആയിട്ടുണ്ട്. അത് ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഹൈറ്റ് ഇത്രയുണ്ടോ ആ ഹൈറ്റിനെക്കാട്ടി കുറച്ചുകൂടെ ഉയരത്തിൽ വന്നിട്ടുണ്ട്. വളരെ അതിശയകരമായ രീതിയിലാണ് ഇതിനെ പരിപാലിപ്പിക്കുന്ന കമ്പനി. എന്തായാലും ഈ 5 സെൻറ്റ് ഭൂമി കരസ്ഥമാക്കിയതോടുകൂടി ഏകദേശം എനിക്ക് ഒരു 10-12 വർഷത്തിനകത്ത് ഒരു കോടീശ്വരനാകാമെന്നുള്ള മോഹം ഉണ്ട്. അതായത് കമ്പനി തന്നെ പറയുന്നുണ്ട് ഏകദേശം നമുക്കൊരു 5.5 കോടിയുടെ വരുമാനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം കമ്പനി ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത് 5 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് ഡിമാൻഡ് കൂടി ഇപ്പോൾ ഏകദേശം ഒരു 12 ലക്ഷത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനും 12 ലക്ഷം കൊടുത്താണ് ഇത് വാങ്ങിയത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. എൻ്റെ പല സുഹൃത്തുക്കൾ ഈ പ്രൊജക്റ്റിനെ കാണാനും വേണ്ടി അറിയാനും വേണ്ടിയിട്ടുള്ള പല സ്ഥലത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്ന് ഞങ്ങളുടെ കമ്പനിയിൽ വേറൊരു പ്രൊജക്റ്റൂടെ ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഈ 5 സെൻറ്റിനകത്ത് 16 ചന്ദനമരം നട്ടുകൊണ്ട് നടുക്ക് ചന്ദനമര തോപ്പിനകത്തൊരു ടൂറിസ്റ്റ് വില്ലേജ്, ടൂറിസ്റ്റ് പ്ലോട്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനമായിട്ടുള്ള ചടങ്ങായിരുന്നു നടന്നത്. നമ്മുടെ KTDC ചെയർമാൻ അത് ഇതുമായിട്ട് കുറച്ച് ഒരു 5 കിലോമീറ്റർ ദൂരവും അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ പ്ലോട്ടിലോട്ട് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു 12 ലക്ഷം കൊടുത്ത് ഈ 5 കോടി രൂപയുടെ മൂല്യമുള്ള ഈ പ്ലോട്ട് സ്വന്തമാക്കാനുള്ള ഒരു അവസരമാണ്. അതിൻ്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞാനുമായിട്ടോ കമ്പനിയുടെ ഓഫീഷ്യലുകളുമായിട്ടോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ പേര് ബിനോയ് ജോസഫ്. എൻ്റെ സ്ഥലം പത്തനംതിട്ട. എൻ്റെ നമ്പർ 9188419691. പിന്നെ വേറെ നമ്പറുണ്ട് 9656899057. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ പിന്നെ ഈ 12 ലക്ഷം ഒരുമിച്ച് തന്നിട്ട് പ്ലോട്ട് എടുക്കാൻ കഴിവില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? 12 ലക്ഷം ഒരുമിച്ച് തന്ന് എടുക്കാൻ കഴിവില്ലാത്തവർക്ക് കമ്പനി ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അതായത് വേറൊരു ആൾട്ടർനേറ്റീവായിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് 2 ലക്ഷം ഇപ്പോൾ കൊടുത്തുകൊണ്ട് കരാറെഴുതി ബാക്കി ഉള്ള പൈസ 80 മാസമായിട്ട് അടച്ചു തീർത്താൽ മതി. അതൊരു 12,500 വീതം ഓരോ മാസവും നമുക്ക് അടച്ചു കൊടുക്കാം. പിന്നെ അല്ലാതെ വേറൊരു ഓഫറൂടെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഈ 2 ലക്ഷം ഇപ്പം കൈവശം ഇല്ലാത്തവർക്ക് 15,000 രൂപ വീതം മാസം കൊടുത്തുകൊണ്ട് ഒരു 80 മാസം കൊണ്ട് ഈ പ്രൊജക്റ്റിലെ അംഗമായി ഈ പൈസ അടച്ചുകൊണ്ട് ഈ പ്രൊജക്റ്റ് സ്വന്തമാക്കാം. അങ്ങനെ ഒരു അവസരം കൂടെ കമ്പനി കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടെ, ഇപ്പം നമ്മൾ ചന്ദനം മരം നട്ടു ഇത് വെട്ടാറാവുന്നതൊക്കെ പരുവമായി കഴിഞ്ഞാൽ ഇപ്പോഴ് സമൂഹത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കള്ളന്മാരുടെ ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മുടെ സെക്യൂരിറ്റി ഉണ്ടെങ്കിൽ പോലും അത് വെട്ടിക്കൊണ്ടുപോകും. അതിനെന്താണ് നിങ്ങളുടെ ഒരു അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സെക്യൂരിറ്റിയുടെ സംവിധാനം എന്ന് പറയുന്നത് ഏകദേശം 18 അടി ഹൈറ്റിൽ നമ്മൾ ഈ 2 ഏക്കർ വരുന്ന പ്രൊജക്റ്റ് 2 ഏക്കറിൻ്റെ ചുറ്റോടും 2 ഏക്കർ വരുന്ന സ്ഥലത്തിൽ 20 അടി ഹൈറ്റിൽ പൈപ്പ് കൊടുത്തുകൊണ്ട് അതിൽ ഇലക്ട്രിക്കൽ ഫെൻസിങ് ചെയ്ത് പിന്നെ അകത്ത് ഡോഗ് സ്ക്വാഡ് പിന്നെ അതുപോലെ ക്യാമറ സിസ്റ്റം, അതായത് സെക്യൂരിറ്റി സിസ്റ്റം എല്ലാം ചെയ്തിട്ട് AI ക്യാമറയുടെ സഹായത്തോടു കൂടി അതെല്ലാം ചെയ്തുകൊണ്ട് മരത്തുമേൽ ഒരു 5 വർഷം കഴിയുന്ന ചിപ്പ് ഘടിപ്പിച്ച് ആ ചിപ്പിൽ നിന്നുള്ള സന്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനകത്തു നിന്നുള്ള ഒരു അലർട്ട് ഈ പ്ലോട്ട് ഓണർക്കും അതുപോലുള്ള അടുത്തുള്ള പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടവർക്കും അടുത്തുള്ള ഫോറസ്റ്റ് ഓഫീസർക്കും അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർക്കോ കൊടുക്കത്തക്ക രീതിയിലാണ് അതിൻ്റെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇതിനകത്തിൽ മറ്റാരെങ്കിലും കയറി മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഉപദ്രവം ഉണ്ടാകുമെന്നൊന്നും ആരും പേടിക്കേണ്ട. സെക്യൂരിറ്റി സിസ്റ്റത്തിനാണ് കമ്പനി ഒരുപാട് പൈസ ഇതിൽ ചിലവാക്കുന്നത്. അപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റത്തെ പറ്റി നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല. അതിൻ്റെ സമയമാകുമ്പോൾ ഏകദേശം ഒരു 50 സെൻറ്റിമീറ്റർ വണ്ണം വെക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പനിയെ അറിയിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഗവൺമെൻറ് ഓഫീഷ്യലിനെ അറിയിക്കുകയോ തഹസീൽദാരുമായിട്ടൊക്കെ ബന്ധപ്പെടുകയോ ചെയ്താൽ അവർ തന്നെ വന്ന് വെട്ടി ആരാണോ പ്ലോട്ടിൻ്റെ ഓണർ അവരുടെ പേരിലാണ് പൈസ അവർ ഗവൺമെൻറ് അയച്ചു തരിക. അപ്പോൾ പിന്നെ കമ്പനിയുമായിട്ട് നമുക്കത് ബന്ധമില്ല. അതിന് ശേഷം പിന്നെ കമ്പനി ഒരു ഇത് വെക്കുന്നുണ്ട്. ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു 5% കമ്പനിക്ക് റിട്ടേൺ കൊടുക്കണം. കാരണം ഈ നോട്ടച്ചെലവും കാര്യങ്ങളും എല്ലാം കൂടെ കമ്പനിക്ക് വലിയൊരു ബാധ്യതയായിട്ട് വരുന്നുണ്ട്. അതിൽ നിന്ന് ഒരു 5% കമ്പനിക്ക് നമ്മൾ റിട്ടേൺ കൊടുക്കണമെന്നുള്ളൊരു നിബന്ധന നമുക്ക് വെക്കുന്നുണ്ട്. അത് പ്ലോട്ട് ഓണർ എല്ലാവരും അത് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.